താനൂർ ബോട്ട് ദുരന്തത്തിൽ ഗുരുതര പരിക്കേറ്റവരുടെ ചികിത്സാ സഹായം സർക്കാർ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനം തട്ടിപ്പാണെന്നും സർക്കാർ ഇരകളെ വഞ്ചിച്ചുവെന്നും വെൽഫെയർ പാർട്ടി. ഇരകൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിന് കമ്മീഷന് അധികാരമില്ല എന്ന നിലപാടാണ് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജസ്റ്റിസ് വി.കെ. മോഹൻ കമ്മീഷൻ മുമ്പാകെ വ്യാഴാഴ്ച സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഗുരുതരമായ പരിക്ക് പറ്റിയവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് ദുരന്ത സമയത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടിക്ക് തുറമുഖ വകുപ്പ് മന്ത്രി കൊടുത്ത മറുപടിയിൽ ചികിത്സാ ചെലവിന്റെ കാര്യത്തിൽ കമ്മീഷന് തീരുമാനമെടുക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ശരീരം തളർന്ന് 3 കുട്ടികളുടെ ചികിത്സാ ചെലവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളും വെൽഫെയർ പാർട്ടിയും കളക്ടർ, മുഖ്യമന്ത്രി, ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജസ്റ്റിസ് വി.കെ. മോഹൻ കമ്മീഷൻ എന്നിവയ്ക്ക് അപേക്ഷ നൽകിയിരുന്നു. വ്യാഴാഴ്ച തിരൂർ പൊതുമരാമത്ത് വകുപ്പ് ഗസ്റ്റ് ഹൌസിൽ നടന്ന ജസ്റ്റിസ് വി.കെ. മോഹൻ കമ്മീഷന്റെ 8ാമത് ഹിയറിംഗിൽ നഷ്ടപരിഹാരം അനുവദിക്കുന്നതിന് കമ്മീഷൻ അധികാരമില്ലെന്ന വാദമാണ് സർക്കാർ വക്കീൽ ഉന്നയിച്ചത്. ഇതേ തുടർന്ന് കമ്മീഷന്റെ ടേംസ് ഓഫ് റഫറൻസിൽ നഷ്ടപ്പെട്ട പരിഹാരം ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തീരുമാനമെടുക്കാൻ കമ്മീഷന് കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ ജസ്റ്റിസ് വി.കെ. മോഹൻ തള്ളുകയായിരുന്നു. ചികിത്സാ ചെലവ് അനുവദിക്കണമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച ശേഷം ഇരകളെ വഞ്ചിച്ച സംസ്ഥാന സർക്കാർ നടപടി നീതികരമല്ലെന്നും വെൽഫെയർ പാർട്ടി അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ പേരിലേക്ക് പറഞ്ഞു. അത് കേന്ദ്ര ഗവൺമെന്റ് കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്നതാണ് ഞങ്ങളുടെ അറിവ്. കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു യോഗം സംഭവിച്ചു. സംഭവം നടക്കുമ്പോഴത്തേക്ക് ഒരാളിന് 8 വയസ്സാണ്, ഒരാളിന് 9 വയസ്സ്. 2 പെൺകുട്ടികളാണ്. അതിനോടൊപ്പം തന്നെ ഇതിൽ മൊത്തം 15 പേരാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് 15 പേരാണ് ഹോട്ടലിലുണ്ടായത്. വാർത്താസമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായ ഇബ്രാഹിം കുട്ടി മംഗലം, ഷക്കീർ മോങ്ങം, കുട്ടികളുടെ രക്ഷിതാക്കളുമായ മുഹമ്മദ് ജാബിർ, മൻസൂർ വള്ളിക്കുന്ന് എന്നിവർ പങ്കെടുത്തു.